പട്ടിയിറച്ചി വെച്ചിട്ടുണ്ട്. കാലുണ്ടോ? ഇത് തവള. ഉള്ളിൽ വണ്ടോ? ഇത് പാമ്പാ. എല്ലാം കൊണ്ടും ഫലപുഷ്ടപ്രദമായ ദിമാപൂർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വായൊക്കെ കെട്ടി വെച്ചേക്കോ പട്ടീനൊക്കെ. നത്തോലി ഒരു ചെറിയ മീനല്ല, പുട്ടിൻ്റെ അകത്ത് എള്ളും പഞ്ചസാരയും വെച്ച പോലെ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ദീമാപൂരിലെ ഫേമസ് ആയിട്ടുള്ള നോൺ വെജ് മാർക്കറ്റിലാണുള്ളത്. ഇവിടെ നമുക്ക് പട്ടീനെയും എലീനെയും ഒക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. നോക്കട്ടെ, ഇതാണ് മാർക്കറ്റ് ഇവിടെ. പക്ഷേ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ ഫുള്ള് വെജിറ്റബിൾ ആണ്, വെജിറ്റബിൾ മാർക്കറ്റേ കാണുന്നുള്ളൂ. ഇച്ചിരി ഉള്ളിലേക്ക് കയറി നോക്കാം, അവിടെ ആയിരിക്കും ചിലപ്പോൾ. ഇവിടെ മീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണക്കമീനുകളാണ്. ഉണക്കമീൻ, ചെമ്മീൻ നല്ല നാറ്റമുണ്ട്. പക്ഷെ ഉണക്കമീൻ ചെമ്മീനൊക്കെ കാണാനുള്ളൂ. ഇത് വലിയ മാർക്കറ്റാണല്ലോ. ഇത് ഫുള്ള് പച്ചക്കറി ഹോൾസെയിൽ റീറ്റെയിൽ ഒക്കെയാന്ന് തോന്നുന്നു. ഇതെന്താ? തവള. തവള ജീവനുള്ള ഫ്രോഗ്. ഇവിടെ തവള കേട്ടോ, കുഞ്ഞു തവളയാ. തവള ഒരു സ്ട്രിപ്പിന് 150. ഈ സാധനം 150 ആണ്. ये भी 150 है. 100 रुपए, 100 രൂപ. ഈ മാർക്കറ്റിൽ തന്നെ നമുക്ക് സ്വെറ്ററും കിട്ടും. അപ്പോൾ ഇവിടെ എത്താൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ദീമാപൂരിൽ നിന്നിട്ട് നമുക്ക് ഈ തവളയൊക്കെ കിട്ടുന്ന മാർക്കറ്റ് എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവന്നതാണ് നമ്മളെ ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ദീമാപൂർ വന്നിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെ ഉണ്ടോ? ഇത് വലിയ മാർക്കറ്റ്. ഓൾറെഡി ബുധനാഴ്ചയാണ് ഇത് മാർക്കറ്റ് ദിവസം. നമ്മൾ കൃത്യം എത്തിയത് ബുധനാഴ്ച ആയിരുന്നു. നമുക്ക് അറിയത്തില്ലായിരുന്നു, എങ്കിലും ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ വെനസ്ഡേ മാർക്കറ്റാണ് ഇത് മെയിനായിട്ട്. ഇത് ഹണിബിയാണെന്ന് ചോദിച്ച് ഇത് മറ്റേ പുഴുവാ. ജീവനുണ്ട്. ഇത് നോക്കി സിൽക്ക് വോം, പച്ചപ്പുഴു. ജീവനുണ്ട്. തൊടല്ലേ? പക്ഷെ ഇതെന്താ സാധനം? കുളവി ചുട്ട് വെച്ചിരിക്കുന്നു. എന്തോ കുളവി പോലത്തെ എന്തോ സാധനം. ഇത് ചുട്ട് വെച്ചിരിക്കുന്നു. ജീവനുള്ള പുഴുക്കൾ. അത് ശരി. അത് വലിയ തിരക്കുള്ള മാർക്കറ്റ് കൂടെയാണിത്. ഇവിടെ എല്ലാം പുഴു സാധനങ്ങളൊക്കെ ഉണ്ട്. കോഴി, പ്രാവ്. പാമ്പോ? ഇത് പാമ്പായിരിക്കും. ഇത് പാമ്പാ. ഇത് ഉണക്കിയ പാമ്പായിരിക്കും. അത് സ്നേക്കാണോന്ന് ചോദിച്ചു. അയ്യോ സോറി, ഇത് മീനാ. ഇത് എലി, വെള്ള എലിയുണ്ട് നമുക്കിവിടെ കാണാൻ. ഇത് എലിയുണ്ട്. പട്ടീനെ ഇട്ടിട്ടുണ്ട്. വായൊക്കെ കെട്ടി വെച്ചേക്കോ പട്ടീനെയൊക്കെ. ഇതൊക്കെ പട്ടിയിറച്ചിയാണ്. വീണ്ടും നമ്മുടെ പുഴുവിന്റെ ഫ്രണ്ടിൽ തന്നെ വന്നു. अच्छा ये डिफरेंट है क्या? ये क्या है? एक ही है. കളർ വേറെയാണല്ലോ. ഇത് 800 ഇത് 500. ഇത് നമ്മുടെ ലക്ഷ്മിയുടെ ബാക്കിലാണ് പട്ടീനെ. ആ ചേച്ചിമാരിക്കണ്ടോ, അതിന്റെ അവിടെയാണ് പട്ടികൾ കുറെ ഉള്ളത്. ഞങ്ങൾക്ക് റിസ്ക് ആയി തോന്നിയോണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കറങ്ങുന്നത്. അതെ, അവിടെ അടി വാങ്ങിച്ചു പിടിക്കണ്ട, വേറെ നാട്ടിൽ വന്നിട്ട്. ഈ സൈഡിൽ ചാക്കിൽ കെട്ടിട്ടുണ്ടോ? ഇതൊക്കെ പട്ടികളെ വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നതാണ്. വായ കെട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ചേച്ചി ഇപ്പൊ പട്ടിയാണ് വിൽക്കുന്നത്.
ചേച്ചി എടുത്തിടുന്നുണ്ട്. हम लोग को केरला में मछली होता है ना. മുസി ഇത് മീൻ അതിൻ്റെ അടുത്ത് തന്നെ പട്ടി ഇറച്ചി വെച്ചിട്ടുണ്ട്. കാലി ഉണ്ടോ? അപ്പുറം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ നിൽക്കും, അതുകൊണ്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തില്ല. ഇവിടെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇതെന്താ സാധനം? ചീവീടാണിത്. ആ ശരിയാണത്, ഈ ചീവീട്. ചീവീടിനെ വറുത്ത് വെച്ചേക്കണോ, ഉണക്കി വെച്ചേക്കണോ? എന്തോ ഒരു പെട്ടി എലി വാങ്ങിച്ചോണ്ട് ഒരു ചേച്ചി പോകുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ആ മാർക്കറ്റിൻ്റെ പുറത്തുള്ള രംഗങ്ങൾ. ഇതുണ്ടോ, ഫുള്ള് തുണി, പിന്നെ ഷൂ. ഇത് വലിയ നമ്മുടെ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റ് പോലെ തോന്നിക്കും. അതുപോലെ തന്നെ എല്ലാം ഉണ്ടത് വഴി കൂടെ, എല്ലാം ഷൂ, തുണികൾ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നല്ല തിരക്കുമാണ്. ഇന്ന് ബുധനാഴ്ച ഇവിടെ മാർക്കറ്റ് ദിവസമാണ്. വെനസ്ഡേ മാർക്കറ്റാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇതുണ്ടല്ലേ തുണികളൊക്കെ നേരത്തെ വെച്ചേക്കണം. എത്ര? 1 കിലോ 500 രൂപ. 1 കിലോ 500 രൂപയോ? ഇത് അത്ര ടേസ്റ്റുള്ള സാധനം. പുഴു, ജീവനുള്ള പുഴു. ആ എത്ര രൂപയെന്ന് ചോദിക്കേ? 450 കിലോ. ആ ഹാ 450 രൂപ അല്ലേ? 450 രൂപയാണ് പട്ടിയിറച്ചിക്ക് പറയുന്നത് കിലോ വില. 450 രൂപ. അയ്യോ ഒരെണ്ണം 1000 രൂപ. പട്ടിക്കുട്ടി 1000 രൂപ. അയ്യതെ ഒരു കിൻഡല് പുഴു, പച്ച കളറ്. പച്ച നംകീനൊക്കെ ഉണ്ട്, കുറേ കഴിക്കാനും ഉണ്ട്. ഇതെന്നെ പുട്ടോ? ഇതെന്നാന്ന് ചോദിച്ചേ? മധുരമുള്ളതാണോ? എത്ര രൂപ? ഇത് ദോശയോ? ഇതെന്താ സാധനം? ആ എനിക്ക് മനസ്സിലായി. 10 രൂപയ്ക്ക് ചുട്ട സാധനം ചേച്ചി തരും. 20 രൂപ. എന്താണ് സാധനം? ഓ ദീദി താങ്ക് യു. ഇതല്ലേ എന്താ സാധനം? ഞാൻ കഴിച്ചോട്ടെ. ഇതന്നെയാണ്. എന്താ ഉള്ളിൽ വണ്ടോ? അല്ല, ഇത് പഞ്ചസാരയും എള്ളും. ഇത് അരി കൊണ്ടുണ്ടാക്കിയത്. അത്ര മധുരമൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാൻ. അയ്യോ എന്തിനാ അവിടെയും പുഴു? ഇതിൻ്റെ ഇടയ്ക്കിട്ടാണ് ഇവർ പുഴു വയ്ക്കണേ. ആ മഞ്ഞ കിടക്കുന്നത് മൊത്തം പുഴുവാണ്. അപ്പോൾ അങ്ങനെ നാഗാലാൻഡിലെ വെനസ്ഡേ, ദിമാപൂർ വെനസ്ഡേ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ് ഇന്ന് ഇവിടുന്ന്. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയം ഒരു 2:45. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. 4 മണി വരെ ഇവിടെ ഇരുട്ടാവും. 4 മണിയാകുമ്പോൾ അതുവരെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഈ വെനസ്ഡേസിലാണ് മെയിൻ മാർക്കറ്റ്. വെനസ്ഡേ വന്നാലാണ് നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അടുത്ത നാഗാലാൻഡ് കാഴ്ചയായിട്ട് കാണുന്നവരെ ബൈ ബൈ.